وضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب صدق الله العظيم. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറയലും പരിശുദ്ധമായ ഖുർആൻ കേൾക്കലും പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടലും വളരെ മഹത്വമേറിയ അമൽ തന്നെയാണ്. ഇന്ന് ഇവിടെ നാം ചർച്ച ചെയ്യപ്പെടുന്നത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ശറഹിനെ സംബന്ധിച്ചാണ്. ഷറഹ് എന്ന പദത്തിനർത്ഥം വിശാലത എന്നുള്ളതാണ്. ഏതേത് പ്രശ്നപ്രയാസങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് സൂറത്തു ഷറഹിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. മാത്രവുമല്ല, സൂറത്തു ഷറഹിൻ്റെ ഓരോ ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയ ആശയങ്ങളാണ് ഓരോ ആയത്തുകളും നമ്മളോട് വിളിച്ചു പറയുന്നത്. സൂറത്തു ശറഹ് മക്കിയാണ്. 8 ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സൂറത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു. അലം നശ്റഹ് ലക സദ്റക്, അങ്ങേക്ക് അങ്ങയുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലയോ നബിയേ. ഷറഹ് സദ്ർ, ഹൃദയ വിശാലത. ഈ ആയത്തിനെ സംബന്ധിച്ചുകൊണ്ട് മഹാന്മാര് ധാരാളം എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, അന്നൽ മുറാദ മിൻ ഷറഹി സദ്രി മാ യർജിഉ ഇലാ മഅരിഫതി വത്ത്വാഅ. ഷറഹ് സദ്ർ എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന് അല്ലാഹു കൊടുത്ത ജ്ഞാനവും അല്ലാഹു കൊടുത്ത മഅരിഫത്തും എത്രമാത്രം വലുതാണ്. അതുകൊണ്ടല്ലേ ഏതേത് ശത്രുക്കളും അവരുടെ ആയുധം നിലത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മാത്രവുമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ച സ്ഥലത്ത് ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഐ ജഅൽനാഹു ഫസീഹൻ റഹീബൻ വസിആ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന് അല്ലാഹു വലിയ വിശാലതയാണ് നൽകിയിട്ടുള്ളത്. മറ്റു ഏത് പ്രവാചകന്മാർക്കും നൽകാത്ത വലിയ മഹത്വമാണ് ശറഹ് സദ്റിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തത്, റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശറഹ് സദ്റിനെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചോദിക്കാതെ തന്നെ അല്ലാഹു കൊടുക്കുകയാ. എന്തേ കാരണം? ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മാത്രവുമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ച സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഹുവ ഖദറുൻ സായിദുൻ അലാ മുത്ലഖി റിസാല. സാധാരണ കൊടുക്കുന്ന റിസാലത്തിനേക്കാളും വലിയ മഹത്വമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശറഹ് സദ്റിലൂടെ അല്ലാഹു നൽകിയിട്ടുള്ളത്. മറ്റൊരു അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക, എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഹിക്കാനുമുള്ള വലിയൊരു മനസ്സിന് അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലയോ നബിയേ. ത്വായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല വിധത്തിലും ആക്രമിച്ചു, കല്ലേറെറിഞ്ഞു, കുത്തുവാക്കുകൾ പറഞ്ഞു. താങ്ങും തണലുമായിട്ട് ആരുമില്ലാതിരുന്ന ത്വായിഫിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറയുന്നുണ്ട്,
നബിയെ ആ സമൂഹത്തിലേക്ക് ഈ മല അവരിലേക്ക് എറിഞ്ഞുകൊണ്ട് അവരെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ച സമയത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരിച്ചയച്ച പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരർത്ഥം പണ്ഡിതന്മാർ കൊടുത്തതെന്താ, ഏത് ആളുകൾക്കും എത്ര വലിയ ദ്രോഹം ചെയ്തവർക്കും പൊതുവായിട്ടുള്ള മാപ്പ് കൊടുക്കാൻ വിശാലമായ ഹൃദയം അങ്ങേക്ക് നൽകിയില്ലയോ നബിയേ? ശേഷം അല്ലാഹു തആല പറയുകയാണ്, നല്ലൊരു വിശാലമായ ഹൃദയത്തെ കൊടുത്തു. ശേഷം അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീ അൻകദ ദഹ്റക, അങ്ങയുടെ ഉത്തരവാദിത്ത ഭാരം നമ്മൾ ഒഴിവാക്കി തന്നില്ലയോ? അല്ലദീ അൻകദ ദഹ്റക, അങ്ങയുടെ പിരടിയെ വടക്കും വിധം അങ്ങയിൽ നിന്ന് നമ്മൾ ഉത്തരവാദിത്ത ഭാരം ഒഴിവാക്കി തന്നില്ലയോ നബിയേ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ ടെൻഷനുകളും എല്ലാ പ്രയാസങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ നീക്കിയിരിക്കുന്നു. ഏതേത് ശല്യവുമായി കടന്നു വരുമ്പോഴും അതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു ഹിമ്മത്ത് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. സഖീഫ് ഗോത്രക്കാര് പല വിധത്തിലും നബി തങ്ങൾ ആക്രമിച്ചിട്ട് പോലും എതിരായിട്ടല്ല ദുആ ചെയ്തത്, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമിഹി ഫഇന്നഹും ലാ യഅലമൂൻ. സഖീഫ് ഗോത്രക്കാര് പാപികളാണ്, അവരറിവില്ലാത്തവരാണ്, അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്നാണ് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മാത്രവുമല്ല അല്ലാഹുവിന്റെ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മുത്തുനബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, മുത്തുനബി തങ്ങൾക്ക് ഓതി കൊടുക്കുമ്പോൾ അത് അപ്പടി ഖൽബിൽ സൂക്ഷിക്കാനും അതപ്പടി വിശ്വസിക്കാനും അതപ്പടി തന്നെ തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താനുമുള്ള വലിയ വിശാലതയാണ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അവിടെയൊന്നും തങ്ങൾക്ക് പതറേണ്ടി വന്നിട്ടില്ല, അവിടെയൊന്നും തങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അല്ലദീ അൻകദ ദഹ്റക, അങ്ങയുടെ ഉത്തരവാദിത്ത ഭാരം അങ്ങയുടെ മുതുകിനെ വളച്ചൊടിക്കും വിധേന നമ്മൾ മാറ്റി തന്നില്ലയോ നബിയേ? ശേഷം അല്ലാഹു തആല പറയുകയാണ്, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ പ്രകീർത്തനത്തെ അങ്ങേക്ക് വേണ്ടി നാം ഉയർത്തിയില്ലയോ നബിയേ? കടലിലും കരയിലും എല്ലാ സ്ഥലത്തും ഹബീബായ തങ്ങളെ പ്രകീർത്തനമുണ്ട്. ആരാ പ്രകീർത്തിച്ചത്? അല്ലാഹു ആ പ്രകീർത്തിച്ചത്. അല്ലാഹു ഉയർത്തിയ ഒന്നിനെ താഴ്ത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, കൈഫ റഫഅതു ലക ദിക്റക, നബിയെ അങ്ങയുടെ പ്രകീർത്തനത്തെ അല്ലാഹു എങ്ങനെയാണ് ഉയർത്തിയത് എന്ന് അങ്ങേക്കറിയുമോ നബിയെ എന്ന് ചോദിച്ച സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹു അഅലം, അറിയില്ല ജിബ്രീലേ, അറിയില്ല പറഞ്ഞു തന്നാലും. ആ സമയത്ത് മുത്തുനബി തങ്ങളുടെ സന്തോഷം എത്രയാ! കാരണം എന്താ? അല്ലാഹു തന്നെ ഉയർത്തിയിട്ടുണ്ട്. ആ വിവരം പറയാനാണല്ലോ ജിബ്രീലിന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു എന്നെ പറഞ്ഞയച്ചത് അത് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു പറഞ്ഞതായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇദാ ദുകിർതു ദുകിർത മഈ, എന്നെ എവിടെയൊക്കെ പറയുമോ, എന്നെ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയെല്ലാം നബിയെ തങ്ങളെയും പറയുന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ലേബലിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുകയില്ല. ചേർത്ത് പറയണം, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇദാ ദുകിർതു ദുകിർത മഈ, എന്നെ എവിടെയൊക്കെ പറയുന്നുവോ അവിടെയെല്ലാം നബിയെ തങ്ങളെ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു തഫ്സീറു തഅലബയിൽ പറയുന്നുണ്ട്, അഖ്റജല്ലാഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അർഫഅല്ലാഹു ദിക്റഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഹബീബായ തങ്ങളെ പ്രകീർത്തനത്തെ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. എങ്ങനെയാ ഉയർത്തിയത്? ശേഷം മഹാനവറുകൾ പറയുന്നുണ്ട്, ഫലൈസ ഖതീബുൻ വലാ മുതശഹ്ഹിദുൻ വലാ സാഹിബു സ്വലാത്തി ഇല്ലാ യുനാദി ബിഹാ, ഒരു നിസ്കാരക്കാരനും ഒരു ഖതീബും ഒരു മുതശഹ്ഹിദുകാരനും തങ്ങളെ വിളിച്ചിട്ടല്ലാതെ ഖതീബിന്റെ ഖുതുബ സ്വീകരിക്കപ്പെടൂല, നിസ്കാരക്കാരന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല, അത്തഹിയാത്ത് ഓതുന്നവന്റെ അത്തഹിയാത്ത് സ്വീകരിക്കപ്പെടുകയില്ല. എല്ലാ സ്ഥലത്തും ഹബീബായ തങ്ങളെ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്.
3 ചോദ്യങ്ങളാണ് ഈ ആയത്തിൽ ചോദിക്കുന്നത്. അങ്ങയുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലയോ? അങ്ങയുടെ ഉത്തരവാദിത്ത ഭാരം നമ്മൾ കുറച്ചു തന്നില്ലയോ? അങ്ങയുടെ പ്രകീർത്തനത്തെ അല്ലാഹു ഉയർത്തിയില്ലയോ? 3 ചോദ്യങ്ങളാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ അല്ലാഹു ഉയർത്തുകയാണ്, ഉമ്മത്തിനക്ക് പഠിപ്പിക്കുകയാണ്. ശേഷം അല്ലാഹു തആല പറയുന്നുണ്ട് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അപ്പോൾ നബിയെ, പ്രയാസത്തോടെയാണ് എളുപ്പമുള്ളത്. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം വരുന്നില്ല, വഹയി വരുന്നില്ല. തങ്ങളെ പ്രയാസപ്പെടേണ്ടതില്ല, തങ്ങളെ വിഷമിക്കേണ്ടതില്ല. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസത്തോടെയാണ് എളുപ്പമുള്ളത്. ശേഷവും അല്ലാഹു തആല പറയുന്നുണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നിശ്ചയം നബിയെ, പ്രയാസത്തോടെയാണ് എളുപ്പമുള്ളത്, ഇടുക്കത്തോടുകൂടിയാണ് എളുപ്പമുള്ളത് എന്ന് അല്ലാഹു തആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങയുടെ സമുദായത്തെ നേരിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുമ്പോൾ അവരാരും സ്വീകരിച്ചില്ല എങ്കിലും നബിയെ, തങ്ങളെ വിഷമിക്കേണ്ടതില്ല, തങ്ങളെ പ്രയാസപ്പെടേണ്ടതില്ല. പ്രയാസങ്ങളോടെയാണ് എളുപ്പമുള്ളത്. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബലദിൽ പറഞ്ഞത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. കഷ്ടപ്പാടുകളുടെ നടുവിലാണ് മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത്. എപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ അന്തിച്ചു നിൽക്കാതെ, പ്രയാസപ്പെടാതെ, അത് എൻ്റെ ജീവിതത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കണം. ഓരോ വിശ്വാസിയും തൻ്റെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട ആശയമാണിത്. 2 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞത്. മാത്രവുമല്ല, ഒരു പ്രയാസം വരുമ്പോൾ ക്ഷമിക്കണം. ഒരു പ്രയാസം നീങ്ങിപ്പോയാൽ റബ്ബിനെ ശുക്ർ ചെയ്യണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത്. മുഅ്മിനിന്റെ കാര്യം എന്തൊരു അത്ഭുതമാ. അവനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവനെ പടച്ച റബ്ബിനെ ഓർക്കും, അവൻ ക്ഷമിക്കും, അവൻ്റെ പ്രയാസങ്ങളെല്ലാം നീങ്ങി അവനക്ക് സന്തോഷമായ ജീവിതം വരുമ്പോൾ ആ റബ്ബിനക്ക് അവൻ ശുക്ർ ചെയ്യും. 2 അവനക്ക് നിഅമത്ത, 2 അവനക്ക് കൂലിയാണെന്ന് ലോകത്തിനക്ക് പഠിപ്പിച്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രയാസങ്ങൾ വരുമ്പോൾ നബിയെ, അങ്ങ് പ്രയാസപ്പെട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അങ്ങോട്ടേക്ക് ഇനിയൊരു ജീവിതമുണ്ട്, അത് സുഭിക്ഷമായ ജീവിതമായിരിക്കും. പ്രയാസത്തോടെയാണ് എളുപ്പമുള്ളത്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇത്രയും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇത്ര കാര്യങ്ങൾ തങ്ങൾക്ക് പറഞ്ഞു തന്നു, ഹൃദയ വിശാലമാക്കി തന്നു, എല്ലാം തന്നു. ഇതിൻ്റെ പിറകിൽ നബിയെ, തങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാകണം, അല്ലാഹുവിനക്ക് നന്ദി കാണിക്കുന്നവനാകണം. എങ്ങനെയാ നന്ദി കാണിക്കേണ്ടത്? അല്ലാഹു തആല പറയുന്നുണ്ട് ഫഇദാ ഫറഗ്ത ഫൻസബ്. ഒരു പണിയിൽ നിന്ന് തങ്ങൾ വിരമിച്ചാൽ അടുത്ത പണി തുടങ്ങണം, ഒന്നിന് ശേഷം ഒന്ന്. വഹയി വന്നിട്ടുണ്ട്, ആ വഹയി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം. യുദ്ധം അവസാനിച്ചിട്ടുണ്ട്, ഇനി ഇബാദത്തിൽ മുഴുകണം, ദിക്റിലും ഫിക്റിലും ശുക്റിലുമായിട്ട് കഴിച്ചുകൂടണം. വെറുതെ ഇരിക്കരുത്, തങ്ങളെ ഓർക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ച സ്ഥലത്ത്, അർത്ഥം പറഞ്ഞ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നുണ്ട് ഇന്നി ലഅക്റഹു അൻ അറാ അഹദകും ഫാരിഹൻ സഹ്ലാ. നിങ്ങളിൽ നിന്ന് ഒരാൾ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ അത് എനിക്ക് വെറുപ്പാണെന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിന് തഫ്സീർ തബരിയിൽ കാണാം ഫഇദാ ഫറഗ്ത മിൻ സ്വലാതിക ഫൻസബ് ഇലാ റബ്ബിക ഫിദ്ദുആ. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ദുആ കൊണ്ട് ജോലിയാകണം. ഫർള് നിസ്കാരത്തിൽ നിന്ന് ഒഴിവായാൽ സുന്നത്ത് കൊണ്ട് ജോലിയാകണം. ഒരു പണി കഴിഞ്ഞതിന് ശേഷം അടുത്ത പണി തുടങ്ങണം. എപ്പോഴും പ്രയാസങ്ങളാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്. ഈ ആയത്തിറങ്ങാൻ കാരണം മക്കയും മക്കയുടെ ചുറ്റുഭാഗത്തും ശത്രുക്കളെ കൊണ്ട് നിറയുകയാണ്. നബി തങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു മക്കയൊന്ന് ഫത്ഹാകണം, മക്ക ഫത്ഹാകണം. അങ്ങനെ അത് അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം വന്നിരിക്കുന്നു. അലം നശ്റഹ് ലക സദ്റക. അങ്ങയുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലയോ? അല്ലദീ അൻഖദ ദഹ്റക. അങ്ങയുടെ ഉത്തരവാദിത്ത ഭാരം ചുരിച്ചു തന്നില്ലയോ? അങ്ങയുടെ പ്രകീർത്തനത്തെ ഉയർത്തിയില്ലയോ? ഇന്നലെ വരെ മക്കയിലും മുസ്ലിമീങ്ങൾക്കും പ്രയാസമായിരുന്നു, വിഷമമായിരുന്നു. ഇന്ന് യുദ്ധങ്ങൾ അവസാനിച്ചു, മക്കം ഫതഹായിട്ടുണ്ട്. ഇനി ഇബാദത്തിലേക്ക് മുഴുകണം നബിയെ. ദിക്റിലും ശുക്റിലും ഫിക്റിലുമായിട്ട് കഴിച്ചുകൂടണം. വലിയ ആശയങ്ങളാണ് നമ്മോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് ഉയരാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.